രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൽ ഭക്തജനങ്ങളെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ രാധയുടെ പ്രണയം 80ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. തുടക്കം തൊട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് 1 എന്ന് കിട്ടും. എല്ലാ തിങ്കളാഴ്ചയും 3 മണിയാകുമ്പോൾ നിങ്ങൾക്ക് നാരായണീയം ലഭിക്കുന്നതാണ്. നാരായണീയത്തിൻ്റെ ക്ലാസ് ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചാൽ എല്ലാ ചൊവ്വാഴ്ചയും 12 മണിയാകുമ്പോൾ രാധയുടെ പ്രണയം ലഭിക്കും. അതേ കണക്ക് എല്ലാ വ്യാഴാഴ്ചയും 12 മണിയാകുമ്പോൾ രാധാജി അനുഗ്രഹിച്ചാൽ അഷ്ടപതി വരും. അതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും 3 മണിയാകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധനെ ലഭിക്കുന്നതാണ്, ബുദ്ധകഥകൾ ലഭിക്കുന്നതാണ്. സാക്ഷാൽ കൃഷ്ണൻ്റെ അവതാരമായ ശ്രീബുദ്ധനും അദ്ദേഹം എഴുതിയ നമുക്ക് മോക്ഷത്തിന് വേണ്ടുന്ന ധർമ്മപദം എന്ന പുസ്തകവും, അതുകൂടാതെ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്നത് ഈ വീഡിയോയിലുണ്ട്. നിങ്ങൾ നിശ്ചയമായും കാണണം. ഒരിടത്തൊരിടത്തൊരച്ഛനുണ്ടായിരുന്നു ഒരു സംഭവ കഥയാണ്. ബന്ധം വേർപെട്ട് നിൽക്കുന്നവരും മാനസികമായി അകന്നു കഴിയുന്നവരും അവരുടെ മക്കളും അത് കാണണം. പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രണയം വിജയിക്കാൻ എന്ന വീഡിയോ കാണണം. അതുകൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷുണ്ട്, 8 എണ്ണം വരെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ കൊല്ലം, ഞാൻ കൊല്ലമാണ്, അപ്പോൾ തിരുവനന്തപുരം, ആലപ്പുഴ, കായംകുളം, കൊട്ടാരക്കര സൈഡിലുള്ളവർക്ക് ഇവിടെ വന്ന് പഠിക്കാം. അല്ലാത്തവർ ദൂരെ നിന്നുള്ളവർ വന്നാൽ അവർക്ക് ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്, ഹോം സ്റ്റേ ഉണ്ട്, എല്ലാം ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് നോക്കുക. ഞാൻ 8 വീഡിയോ വരെ ഇതുവരെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കണക്ക് അസ്ട്രോളജി ഉണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ. അതേ കണക്ക് തന്നെ ഓരോ നക്ഷത്രത്തിൽ പിറന്നവരുടെ ഫലങ്ങൾ കൊടുത്തിട്ടുണ്ട്. അസ്ട്രോളജി സംബന്ധമായ സംശയത്തിന് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്. 9645333999 എന്നതാണ് എൻ്റെ നമ്പർ. ആ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്തു തരുന്നത് ആയിരിക്കും. അപ്പോൾ നമ്മൾ രാധയുടെ പ്രണയം 80ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഓം രാധായേ സ്വാഹാ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കീ ജയ്. നമ്മുടെ മാതാവ് രാധാറാണി കീ പറഞ്ഞു ജയ്.
നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന നമ്മുടെ പൊന്ന് രാധാറാണി അമ്മാക്കി ജയ്. നമ്മളെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന നമ്മുടെ പൊന്ന് രാധാറാണി അമ്മാക്കി ജയ്. നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരി കോരി തന്ന് നമ്മളെ രോഗങ്ങൾ, നമുക്കാർക്കും രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന, പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന രാധാറാണി അമ്മാക്കി ജയ്. രാധയുടെ പ്രണയം 80ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. എപ്പിസോഡ് 80. രുക്മിണിയെ വിവാഹം കഴിക്കാം, കാത്തിരുന്നാലെന്ന് കൃഷ്ണൻ പറഞ്ഞു. തനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം, ഒരു കൊട്ടാരം ഉണ്ടാകണം. അതുണ്ടാകുന്ന കാലം വരെയും കാത്തിരിക്കാമെങ്കിൽ രുക്മിണിയെ ഞാൻ വിവാഹം കഴിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് വെച്ച് രുക്മിണിക്ക് ഏതു വരനെയും സ്വീകരിക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കും. അതുവരെ ഞാൻ മറ്റൊരു പെണ്ണിനെയും എൻ്റെ പത്നി പദത്തിലേക്ക് കൊണ്ടുവരികയില്ല. അങ്ങനെ എനിക്ക് വേണ്ടി കാത്തിരുന്നാൽ രുക്മിണിയെ ഞാൻ വിവാഹം കഴിക്കുമെന്ന വാർത്ത ത്രിവക്ര രുക്മിണി അറിയിച്ചു. രുക്മിണി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയിട്ട് പറഞ്ഞു, നോക്കൂ, കൃഷ്ണൻ എൻ്റേതായി, കൃഷ്ണൻ എൻ്റേതായി. ഞാനിത് നേരത്തെ പറഞ്ഞതായിരുന്നു. കൃഷ്ണൻ വൃന്ദാവനത്തിലെ ഒരു പാൽക്കാരിക്ക് അവകാശപ്പെട്ടതല്ല, വിദർഭയിലെ രാജകുമാരിക്ക് അവകാശപ്പെട്ടതാണ്, ഈ രുക്മിണിക്ക് അവകാശപ്പെട്ടതാണ്. അന്നേ ഞാൻ പറഞ്ഞു, രാധയുടെ കയ്യിൽ നിന്ന് ഞാൻ കൃഷ്ണനെ തട്ടിയെടുക്കുമെന്ന്. ഞാൻ തട്ടിയെടുത്തിരിക്കുന്നു. രുക്മിണി വിജയിച്ചു, രാധ തോറ്റു. രുക്മിണി വിജയിച്ചു, രാധ തോറ്റു. രുക്മിണി വിജയിച്ചു, രാധ തോറ്റു. ഠം വന്നൊരു ഇടിവെട്ടിയതും ആര് മോഹാലസ്യപ്പെട്ടു വീണു? രുക്മിണി മോഹാലസ്യപ്പെട്ടു വീണു. അവിടം കുണ്ഠിനപുരം മുഴുവൻ കുലുങ്ങി. കൃഷ്ണൻ തൻ്റെ സിംഹാസനത്തിൽ നിന്ന് തെറിച്ചു വീണു. വീണ്ടും വെള്ളിടി. മൂന്നാമത്തെ വെള്ളിടിയോടുകൂടി കോരിച്ചൊരിയുന്ന മഴ. കുണ്ഠിനപുരം മുഴുവൻ ജലത്തിൽ മുങ്ങുന്ന അവസ്ഥ. കൃഷ്ണൻ അമ്പരന്നു. കുണ്ഠിനപുരത്തിലെ നിവാസികൾ അമ്പരന്നു. എന്ത് സംഭവിക്കുന്നു എന്ന് ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല. പക്ഷേ കൃഷ്ണന് മനസ്സിലായി, അരുതാത്തതെന്തോ സംഭവിച്ചിരിക്കുന്നു. ഒരു നിമിഷം കൃഷ്ണൻ ധ്യാനത്തിലിരുന്നപ്പോൾ കൃഷ്ണൻ കേൾക്കുന്നു രാധയുടെ തേങ്ങല്. കൃഷ്ണ ഞാൻ തോറ്റു, രുക്മിണി വിജയിച്ചു. അവൾ പറഞ്ഞത് സത്യമല്ലേ കൃഷ്ണ? ഞാൻ തോറ്റുപോയില്ലേ കൃഷ്ണ? കൃഷ്ണന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. കൃഷ്ണൻ ഒരു കൊടുങ്കാറ്റ് പോലെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു. നേരെ രുക്മിണിയുടെ മുറിയിലേക്ക് ചെന്നു. രുക്മിണിയുടെ മുറിയുടെ അടുക്കൽ ചെന്ന് കതക് തള്ളി അങ്ങ് തുറന്നപ്പോഴത്തേക്ക് രുക്മിണിക്ക് ജലം തളിച്ച് മോഹാലസ്യത്തിൽ നിന്ന് ഉണർത്താനുള്ള ശ്രമമായിരുന്നു. പെട്ടെന്ന് കൃഷ്ണൻ വന്നു, ആ ജലം വാങ്ങിച്ചു. രുക്മിണിയുടെ മുഖത്തെ കാഞ്ഞു വീശി. രുക്മിണി കണ്ണു തുറന്നപ്പോൾ ഗോവിന്ദൻ. രുക്മിണി ഒന്ന് ചിരിച്ചു. പക്ഷേ ഗോവിന്ദന്റെ മുഖഭാവം കണ്ട് രുക്മിണി അമ്പരന്ന് പോയി. ഗോവിന്ദൻ ഒരു കൊടുങ്കാറ്റ് പോലെയാണ് നിൽക്കുന്നത്, എങ്കിലും മുഖത്ത് പരമാവധി ശാന്തത വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ രുക്മിണി അമ്പരന്നു. കൃഷ്ണൻ ചോദിച്ചു, രുക്മിണി നീ എന്താണ് ഈ കാണിച്ചത്? രുക്മിണി അമ്പരന്നു പോയി. രുക്മിണി എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു. കൃഷ്ണൻ പറഞ്ഞു, നീ എഴുന്നേറ്റിരിക്കണ്ട. പക്ഷേ നീ എന്താ കാണിച്ചത് രുക്മിണി? നിനക്കൊന്നും അറിയില്ല. നീ എന്തു പറഞ്ഞു? രാധ തോറ്റെന്നില്ലേ? അതിൻ്റെ ഫലമാണ് ഈ അനുഭവിക്കുന്നത്. ഈ മഴ തോരില്ല. ഈ കുണ്ഠിനപുരം മുഴുവൻ നശിക്കാൻ പോവുകയാണ് രുക്മിണി പെടഞ്ഞെഴുന്നേറ്റപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, രുക്മിണി നീ ഒരു കാര്യം മനസ്സിലാക്കുക. ആദ്യം നീ രാജകുമാരിയാണെന്ന അഹന്ത കൈവിടുക. ആ അഹന്ത നിന്നെ നശിപ്പിക്കും. വൃന്ദാവനത്തിലെ പാൽക്കാരിയാണ് രാധ. പക്ഷേ പ്രണയത്തിൻ്റെ കാര്യത്തിൽ രാധയാണ് രാജകുമാരി. ഒരു കാര്യം നീ നന്നായി ആലോചിക്കുക രുക്മിണി. രാധ തന്ന ഔദാര്യമാണ് നിനക്ക് കൃഷ്ണൻ.
ത്രിവക്ര ഞെട്ടിത്തെറിച്ചു നിന്നു. രുക്മിണിയുടെ തോഴിമാർ അപ്പോഴേ പുറത്തേക്ക് പോയി കളഞ്ഞു. രുക്മിണി അമ്പരന്ന് നിൽക്കുകയാണ്. ഒരു കാര്യം നീ മനസ്സിലാക്കുക, ഞാൻ അവളെ ക്ഷണിച്ചതാണ് മധുരയിലേക്ക്. പക്ഷെ നിനക്കറിയാമോ ചക്രവർത്തിയെ പോലെ പ്രശസ്തി പടർന്നു പിടിച്ച കൃഷ്ണനെ അല്ല അവൾക്ക് വേണ്ടത്. നിനക്ക് വേണ്ടത് രുക്മിണി, ഞാൻ പ്രശസ്തനായ കൃഷ്ണനെയാണ്. പക്ഷേ ഈ കൃഷ്ണൻ ഒന്നുമല്ലാതിരുന്നൊരു കാലഘട്ടമുണ്ട്. പശുക്കളെ മേയിച്ചു നടന്നിരുന്ന ഒരു കാലഘട്ടമുണ്ട് രുക്മിണി. അന്നെന്നെ സ്നേഹിച്ചവളാണ് രാധ. ഇന്നല്ലേ കൃഷ്ണൻ ഈ പ്രതാപങ്ങളെല്ലാം ഉണ്ടായത്. അവൾ പറഞ്ഞത് എന്താണെന്നറിയാമോ? എനിക്ക് വേണ്ടത് പ്രതാപിയായ കൃഷ്ണനല്ല, എന്നോട് യമുനയുടെ തീരത്ത് ആടിപ്പാടി രസിച്ച് മുങ്ങി കുളിച്ച് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കറുമ്പാന്ന് വിളിക്കുമ്പോൾ കുറുമ്പ് കാട്ടി ഓടി വരുന്ന കടമ്പ് വൃക്ഷത്തിന്റെ തണലിൽ എൻ്റെ മടിയിൽ തലചായ്ച്ചു കിടക്കുന്ന രാധ. രാസലീല ആടി ആടി എൻ്റെ നെഞ്ചത്തേക്ക് അവൾക്ക് കുഴഞ്ഞു വീഴണം. അതൊരിക്കലും പ്രതാപിയായ കൃഷ്ണന്റെ അടുക്കൽ നിന്ന് കിട്ടില്ല. അതുകൊണ്ട് കൃഷ്ണ വേണ്ട എന്ന് പറഞ്ഞു. ഇന്നും അവളൊരു വാക്കു പറഞ്ഞാൽ ഒരിക്കലും അവളൊരു ചക്രവർത്തിയുടെ ഭാര്യയാകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ നിമിഷം ഞാൻ ഇതെല്ലാം കളഞ്ഞു തിരിച്ചു ചെന്നാൽ വൃന്ദാവനത്തിലെ പഴയ കണ്ണനായാൽ അവൾ എന്നെ സ്വീകരിക്കും രുക്മിണി. നിനക്ക് പ്രണയം എന്തെന്നറിയണമെങ്കിൽ നീ ശൈബ്യയെ കാണണം. നിനക്കറിയാമോ ശൈബ്യ? കൃഷ്ണൻ കത്തിജ്വലിക്കുകയാണ്. കൃഷ്ണന്റെ ഈ മുഖം ഇതുവരെയും രുക്മിണി കണ്ടിട്ടില്ല. കൃഷ്ണൻ പറഞ്ഞു, നിനക്കറിയുമോ ശൈബ്യ, അവൾ ആദ്യം ചെയ്തത് എന്താണെന്നറിയുമോ നിനക്ക്? വൃന്ദാവനത്തിൽ പോയി രാധയെ കണ്ടു, രാധയുടെ അനുഗ്രഹം വാങ്ങിച്ചു. രാധ എന്താ പറഞ്ഞതെന്നറിയാമോ? അതാണ് രാധ. രുക്മിണി നീ അറിയണം. ശൈബ്യയോട് പറഞ്ഞു രാധ, ശൈബ്യേ, കൃഷ്ണന്റെ കൂടെ ഒരു നിഴലായി നീ ഉണ്ടാകണം. അവന്റെ ദേഹത്തൊരു തരി മണ്ണ് പോലും വീഴാൻ നീ അനുവദിക്കരുത്. നിനക്കതിന് കഴിയും. നീ വേണം കൃഷ്ണന്റെ കൂടെ ഒരു നിഴലായിട്ട് നീ വേണം. രാധ പറഞ്ഞേൽപ്പിച്ചു വിട്ടു. അവൾക്കിപ്പോഴും അവളുടെ മനസ്സ് നിറയെ ഞാനാണ്, എന്നെ ഒരിക്കലും കിട്ടത്തില്ല നമുക്കറിയാം. അപ്പോൾ അവൾ എന്താ ചെയ്തത്? അവൾ പറഞ്ഞു, ശൈബ്യയെ നീ സംരക്ഷിക്കണം. കാരണം ശൈബ്യയുടെ കരുത്തെന്തെന്ന് രാധയ്ക്ക് നന്നായിട്ട് തിരിച്ചറിയാം. അതിൻ്റെ വെളിച്ചത്തിലാണ് ശൈബ്യ എന്നോട് സ്നേഹാഭ്യർത്ഥന നടത്തിയത്. നിനക്കറിയുമോ? രുക്മിണി ഞെട്ടിത്തെറിച്ചു പോയി. എന്ത്? ശൈബ്യ പ്രണയാഭ്യർത്ഥന നടത്തിയെന്നോ? അതെ, അവൾക്ക് എന്നോട് പ്രണയമാണ്. പക്ഷേ ഞാൻ അനുവദിച്ചില്ല. പക്ഷെ അവൾ ആ പ്രണയം പറഞ്ഞത് രാധയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ്. രാധയാണ് പറഞ്ഞത്, നീ ചെല്ലു ശൈബ്യയെ, ഒരു നിഴല് പോലെ കൃഷ്ണന്റെ കൂടെ നിൽക്കാൻ പറഞ്ഞത്. രുക്മിണി, രാധ പ്രണയിനിയാണ്. രുക്മിണി നീ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ പ്രണയിക്കുന്ന ഓരോരുത്തരും കേൾക്കാൻ വേണ്ടി ഈ കൃഷ്ണൻ പറയുകയാണ്, ഒരു പുരുഷനെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ മാത്രം ലക്ഷ്യമാക്കി തിരിച്ചൊന്നും ആഗ്രഹിക്കാതെ, വേറെ ആരെയും മനസ്സിൽ കാണാതെ, അവനിലേക്ക് മാത്രം അല്ലെങ്കിൽ അവളിലേക്ക് മാത്രം ആരാണോ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പ്രണയിക്കുന്നത്, അവൻ തിരിച്ചു സ്നേഹിക്കില്ല അല്ലെങ്കിൽ അവൾ തിരിച്ചു സ്നേഹിക്കില്ല എന്നറിഞ്ഞിട്ടും ആരാണോ മതിമറന്ന് സ്നേഹിക്കുന്നത്, അവൾക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അവൾ ദേവതകളെക്കാൾ ഉയരത്തിലാണ്. അവൾക്ക് ഋഷിമാരെ വരെ ശപിക്കാൻ കഴിയും. നോക്കൂ, രാധ ഒരിക്കലും എന്നെ കിട്ടില്ല എന്നറിഞ്ഞിട്ടും എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവൾ. അവൾ ഇന്നൊരു വിവാഹം കഴിച്ചാൽ അവളുടെ പരിശുദ്ധി നശിച്ചു പോയാൽ ഈ കൃഷ്ണനെ ഇവിടുത്തെ ഒരു ചെറു പടയാളിക്ക് പോലും കൊല്ലാൻ പറ്റും. രുക്മിണി, നിനക്കറിയുമോ ആ രാധയാണോ നീ പറഞ്ഞത് തോറ്റെന്ന്? ആ രാധയുടെ മനസ്സ് കലങ്ങിയതിൻ്റെതാണ് ഈ കാണുന്നത്. ഇത് രാധയ്ക്ക് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ ഒരു പുരുഷനെ മാത്രം മനസ്സിൽ കണ്ട് സ്നേഹിക്കുന്ന ആരും രാധമാരാണ്.
ഈ പ്രപഞ്ചത്തിൽ ഒരു സ്ത്രീയെ മാത്രം മനസ്സിൽ കണ്ട് സ്നേഹിക്കുന്ന ആരും കൃഷ്ണനാണ്. വളരെ ശ്രദ്ധിക്കണം കൃഷ്ണൻ പറഞ്ഞ വാക്ക്, ഒരു സ്ത്രീയെ മാത്രം. അല്ലാതെ കൃഷ്ണനെ കുറിച്ച് കേൾക്കുമ്പോൾ ആളുകൾ പറയും അവനൊരു കൃഷ്ണനാണേ എന്ന് പറഞ്ഞാൽ ഒത്തിരി സ്ത്രീകളെന്നല്ല. കൃഷ്ണന്റെ ഹൃദയം രാധയ്ക്ക് കൊടുത്തു, ശരീരം മറ്റുള്ളവർക്കും കൊടുത്തു. അതാണ് യഥാർത്ഥത്തിൽ നടന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഒരു പുരുഷനെ മാത്രം അവൻ തിരിച്ചു സ്നേഹിച്ചില്ലെങ്കിലും പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്നവളാരോ അവരെല്ലാം രാധ. ഈ പ്രപഞ്ചത്തിൽ ഒരു സ്ത്രീയെ മാത്രം പ്രണയിച്ചു കൊണ്ടിരിക്കുന്ന പുരുഷന്മാരെല്ലാം കൃഷ്ണൻ. അതേ അനന്തമായ സൂര്യപ്രകാശം ഒരു പ്രിസത്തിലൂടെ ഒരിടത്തേക്ക് കേന്ദ്രീകരിച്ചാൽ അതിൻ്റെ അടിയിൽ ഒരു പേപ്പർ വെച്ചാൽ കത്തിപ്പോകുമെന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? അതുപോലെയാണ് പ്രണയം. രുക്മിണി, നിനക്കറിയില്ല, നിനക്ക് പ്രണയത്തെക്കുറിച്ചൊന്നും അറിയില്ല. അഹങ്കാരം കൈവിടൂ രുക്മിണി. വിദർഭയിലെ രാജകുമാരി എന്ന പദവി നീ ഉപേക്ഷിക്കൂ. അത് ഉപേക്ഷിക്കാതെ നിനക്ക് ഗോവിന്ദനെ കിട്ടില്ല. രുക്മിണി, നിനക്ക് ഗോവിന്ദനെ കിട്ടണമെങ്കിൽ രാധയോട് മാപ്പ് പറയണം. രുക്മിണി പറഞ്ഞു, ഗോവിന്ദ എന്നോട് പിണങ്ങരുതേ, എന്നോട് പരിഭവിക്കരുതേ, എനിക്കറിയില്ലായിരുന്നു, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് വന്നതാണ്. രുക്മിണി, സമയം കളയാനില്ല. ഈ കുണ്ഠിനപുരം മുഴുവനും ഇതാ ജലത്തിൽ മുങ്ങി മരിക്കാൻ പോവുകയാണ്. നിന്റെ കയ്യിലാണ് ഭാവി. നിനക്കൊരാൾക്കു മാത്രമേ ഈ ജനങ്ങളെ രക്ഷിക്കാൻ കഴിയൂ. പറയൂ, നീ രാധയോട് മാപ്പ് പറയൂ. രുക്മിണി പറഞ്ഞു, രാധേ. കൃഷ്ണൻ തിരുത്തി, രാധാറാണി. ഈ രുക്മിണി അറിവില്ലാതെ പറഞ്ഞു പോയ ഈ തെറ്റിന് മാപ്പപേക്ഷിക്കുന്നു. രാധേ, എന്നോട് ക്ഷമിക്കൂ രാധേ. അത്ഭുതകരമായി മഴയുടെ ശക്തി കുറഞ്ഞു വരാൻ തുടങ്ങി. കൃഷ്ണൻ ആ സമയത്ത് അതാ ഒരു കൊടുങ്കാറ്റുപോലെ പുറത്തേക്ക് ഇറങ്ങി. ജനങ്ങൾ പരിഭ്രമിച്ചു നിൽക്കുകയാണ്. കൃഷ്ണൻ തെരുവീതിയുടെ നടുക്ക് ചെന്നിട്ട് കൈകൊട്ടി വിളിച്ചു. കൃഷ്ണന്റെ കൈകൊട്ടൽ കേട്ട് പരിഭ്രാന്തരായ എല്ലാ ജനങ്ങളും വീടുകളിൽ നിന്ന് കതവുകൾ തുറന്നു. കൃഷ്ണൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു വരാൻ. എല്ലാവരും വന്നപ്പോൾ പറഞ്ഞു, നോക്കൂ, നിങ്ങൾ ആരാധിക്കേണ്ടത് രാധയാണ്. അവരമ്പരന്ന് പോയി. ആരാണ് രാധ? കൃഷ്ണൻ പറഞ്ഞു, വൃന്ദാവനത്തിലെ എൻ്റെ കളിക്കൂട്ടുകാരി, എനിക്ക് പ്രിയപ്പെട്ടവൾ. ഈ ലോകത്ത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ആരാണോ ഒരാളെ മാത്രം പ്രാണനെ പോലെ സ്നേഹിക്കുന്നത് അവൾ ദേവതയാകുന്നു. ഈ ലോകത്തെ ഏത് സ്ത്രീയും, നിങ്ങളിപ്പോൾ വളരെ മോശപ്പെട്ട ഒരു സ്ത്രീയാണെന്നിരിക്കട്ടെ, നിങ്ങൾ 10 പേരെ ഒരേ സമയം പ്രണയിക്കുന്നു എന്നിരിക്കട്ടെ, 9 പേരെയും കളഞ്ഞിട്ട് ഒരാളെ മാത്രം നിങ്ങൾ സ്നേഹിച്ചു തുടങ്ങിയാൽ, നിങ്ങൾ പ്രണയിച്ചു തുടങ്ങിയാൽ നിങ്ങൾ ദേവതയായി മാറും. ആ അർത്ഥത്തിൽ എൻ്റെ രാധ ദേവതയാണ്. ഈ കുണ്ഠിനപുരത്തിലെ ജനങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ കൃഷ്ണനെയല്ല ഭജിക്കേണ്ടത്, രാധയാണ്. എന്നിട്ട് കൃഷ്ണൻ പറഞ്ഞു, രാധേ ശ്രീ രാധേ. ജനങ്ങൾ കൂടെ പറഞ്ഞു, രാധേ ശ്രീ രാധേ ശ്രീ രാധേ ശ്രീ രാധേ. ആ മഴ മുഴുവൻ ഗോവിന്ദൻ നനയുകയാണ്. ഗോവിന്ദൻ നനഞ്ഞു കുതിർന്നു. കുണ്ഠിനപുരത്തിലെ ജനങ്ങളും നനഞ്ഞു കുതിർന്നു. പതുക്കെ മഴ ശമിക്കാൻ തുടങ്ങി. ഒരു വലിയ ഭജന സംഘം പോലെ അത് മുന്നോട്ട് നീങ്ങുകയാണ്. എല്ലാവരും അമ്പരന്ന് നിൽക്കുകയാണ്. മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ജരാസന്ധൻ ഇത് കാണുന്നുണ്ട്. ജരാസന്ധന് മനസ്സിലായി, ഈ ഇടയ ചെറുക്കന്റെ ജീവനാണ് രാധ. രാധേ ശ്രീ രാധേ. കുണ്ഠിനപുരത്തിലെ ജനങ്ങൾ ഏറ്റുപറഞ്ഞു, രാധേ ശ്രീ രാധേ. അതൊരു വലിയ ഘോഷയാത്രയായി മാറി. ശ്വേതകേതു വന്നു, ഉദ്ധവൻ വന്നു, അതേ സാത്യകി വന്നു, എല്ലാവരും വന്നു കഴിഞ്ഞു. രാധേ ശ്രീ രാധേ ശ്രീ രാധേ. ഓം ശ്രീ രാധേ
ഓം ശ്രീ രാധേ രാധേ, ഓം ശ്രീ രാധേ രാധേ. അതെ, കൃഷ്ണൻ രുക്മിണിയുടെ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ രാധാഭക്തരാക്കുന്ന ഇന്ദ്രജാലത്തെ കുറിച്ച് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നോ? നിങ്ങൾ ആദ്യമായിട്ടല്ലേ കേൾക്കുന്നത്? അങ്ങനെ ഒരു സംഭവം നടന്നതാണ്. രുക്മിണിയുടെ സ്ഥലം, രുക്മിണിയുടെ രാജ്യം, അവിടുത്തെ ജനങ്ങളെ മുഴുവൻ കൃഷ്ണൻ രാധാഭക്തരാക്കി മാറ്റുകയാണ്. ഓർമ്മിക്കുക, കൃഷ്ണഭക്തരാക്കിയല്ല മാറ്റുന്നത്. ജയ് ജയ് വാസുദേവ വിളിച്ചുകൊണ്ടിരുന്ന ആളുകളെ കൊണ്ട് കൃഷ്ണൻ പറയിപ്പിക്കുകയാണ്. ഓരോ കൃഷ്ണഭക്തരും ഇത് മനസ്സിലാക്കണം. രാധയില്ലാതെ കൃഷ്ണനെ കിട്ടില്ല, രാധയില്ലാതെ കൃഷ്ണനെ കിട്ടില്ല. കുണ്ടിനപുരത്തെ ജനങ്ങൾ ഒന്നടങ്കം പറയുകയാണ് രാധേ രാധേ, ശ്രീ രാധേ രാധേ, രാധേ രാധേ, ശ്രീ രാധേ രാധേ, രാധേ രാധേ, ശ്രീ രാധേ രാധേ. കൃഷ്ണൻ ഇവിടെ രാധാറാണിയുടെ മനസ്സിനെ തണുപ്പിക്കുകയാണ്. തൻ്റെ ഓരോ വാചകവും രാധയുടെ അടുക്കലെത്തുമെന്ന് കൃഷ്ണന് നല്ലതുപോലെ അറിയാം. അങ്ങനെ വിശാലമായ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അതാ ഗോപാലൻ, സാക്ഷാൽ ഗോപാലൻ, സാക്ഷാൽ നാരായണൻ തൻ്റെ വനമാല ഇളക്കി, തൻ്റെ മയിൽ പീലി ഇളക്കി, പീലി ചുരുമുടികളാട്ടിക്കൊണ്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി. ഒപ്പം കുണ്ടിനപുരത്തിലെ ജനങ്ങൾ ഒന്നടങ്കം നൃത്തം ചെയ്യാൻ തുടങ്ങി. അതെ, ഈ നൃത്തം കണ്ടിട്ട് രുക്മിണിയുടെ മുത്തച്ഛനായ കൗശികനും കൂടി. അത്ഭുതകരമായ ഈ കാഴ്ച ഇത് കണ്ട് ജരാസന്ധൻ പല്ലിറുമുകയാണ്. ജരാസന്ധൻ ഇതൊട്ടും സഹിക്കുന്നില്ല. അതെ, കൃഷ്ണനും കൂട്ടരും നൃത്തം തുടങ്ങി. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. അപ്പൊ കുണ്ടിനപുരത്തിലെ ജനങ്ങള് രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. അതെ, അതൊരു കൂട്ട പ്രാർത്ഥനയായി മാറി. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. അപ്പോൾ അങ്ങോട്ടേക്ക് ഓടി വരുന്ന രണ്ട് അതിഥികളെ കണ്ട് അവര് ബഹുമാന പുരസരം മാറി നിന്നു. ആ രണ്ടുപേരും നേരെ വന്ന് കൃഷ്ണന്റെ അടുക്കൽ നിന്നു. അതെ, അത് രുക്മിണിയും ത്രിവക്രയുമായിരുന്നു. എല്ലാവരും ആർത്തുലച്ചുകൊണ്ട് പാടി. ആദ്യം രുക്മിണി തന്നെ പറഞ്ഞു രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. അത് കണ്ട് കുണ്ടിരപുരത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞു രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. അന്നത്തെ രാത്രി അവസാനിച്ചു. ഒരൊറ്റ രാത്രി കൊണ്ട് കൃഷ്ണൻ രുക്മിണിയുടെ സാമ്രാജ്യമായ കുണ്ഠിനപുരത്തിലെ ജനങ്ങളെ രാധാഭക്തരാക്കി മാറ്റിയ അത്ഭുത കാഴ്ച കണ്ട് ജരാസന്ധൻ അമ്പരന്നു, രുക്മി അമ്പരന്നു, സ്വാലൻ അമ്പരന്നു. എന്തു വേണമെന്നറിയാൻ വയ്യ. ജരാസന്ധൻ പറഞ്ഞു ഇവൻ അസാമാന്യനാണ്, ഇവനെ സൂക്ഷിക്കണം. അടുത്ത ദിവസം കുണ്ഠിനപുരത്തിലെ ജനങ്ങൾ ഒന്നടങ്കം കൃഷ്ണന് രാജകീയമായ യാത്രയയപ്പ് നൽകി. കൃഷ്ണൻ തൻ്റെ രഥത്തിൽ കയറി കൃഷ്ണൻ ഒന്ന് തിരിഞ്ഞു നോക്കി. രുക്മിണി രണ്ട് കൈകളും എടുത്ത് കൃഷ്ണനെ തൊഴുതു. അതിനുശേഷം തൻ്റെ കൈ വീശിക്കാണിച്ചു, കൃഷ്ണനും വീശിക്കാണിച്ചു. ഇതൊക്കെ സശ്രദ്ധം ജരാസന്ധൻ കാണുന്നുണ്ടായിരുന്നു. കൃഷ്ണന്റെ രഥം അകന്നുപോയി. മധുരയിലെ ജനങ്ങൾ ഉത്സാഹത്തിമിർപ്പിലാണ്. മധുരയിലെ ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞു കൃഷ്ണൻ കുണ്ഠിനപുരത്തെത്തി, രുക്മിണിയുടെ വിവാഹം മുടക്കി. കൃഷ്ണൻ നമ്മുടെ അഭിമാനം വീണ്ടെടുത്തിരിക്കുന്നു. നമ്മുടെ സർവസ്വവുമായി കൃഷ്ണൻ മാറിയിരിക്കുന്നു. നമ്മുടെ അഭിമാനം രക്ഷിച്ചത് കൃഷ്ണനാണ്. നമ്മുടെ അഭിമാനം രക്ഷിച്ചത്. എല്ലാവരും
എല്ലാവരും തുള്ളിച്ചാടി മറിഞ്ഞു. മധുരയിലെത്തിയ കൃഷ്ണന് രാജകീയ സ്വീകരണമായിരുന്നു. തെരുവീതികളെല്ലാം അലങ്കരിക്കപ്പെട്ടിരുന്നു. എല്ലാവരും ജയ് ജയ് വാസുദേവ, ജയ് ജയ് വാസുദേവ, ജയ് ജയ് വാസുദേവ വിളികളാൽ മുഖരിതമായി മാറി. അങ്ങനെ കൃഷ്ണൻ അവരുടെ ഇടയിലൂടെ കൊട്ടാരത്തിലേക്ക് നടന്നു. പക്ഷെ അപ്പോഴും കൃഷ്ണന്റെ മുഖത്ത് ഉത്കണ്ഠ നിറഞ്ഞിരുന്നു. ഒരു മ്ലാനതയുണ്ടായിരുന്നു. ഉദ്ധവൻ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഉഗ്രസേന മഹാരാജാവ് ഓടി വന്നു. കൃഷ്ണ, നീ ഞങ്ങളുടെ മാനം രക്ഷിച്ചു. വസുദേവനും ദേവകിയും കൃഷ്ണനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. കൃഷ്ണൻ എല്ലാം ഇങ്ങനെ നിശബ്ദനായി നിന്നു. കൃഷ്ണൻ പറഞ്ഞു, നമുക്ക് യാദവ മുഖ്യന്മാരെ ഉടൻ വിളിക്കണം, ഉടൻ തന്നെ നമ്മുടെ സഭ ചേരണം. അപ്പോൾ ഉഗ്രസേന രാജാവ് ചോദിച്ചു, എന്താണ് കാരണം? കാരണമുണ്ട്. അങ്ങനെ രാജസഭ കൂടിക്കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ ഇപ്പോൾ ചെന്ന് യാദവന്മാരുടെ അഭിമാനം വീണ്ടെടുത്തു എന്നത് ശരിയാണ്. പക്ഷേ ഇതൊരു വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവർ ചോദിച്ചു, എന്ത് അപകടമാണെന്നാണ് പറയുന്നത്? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ അപകടം. നിങ്ങൾ എന്താണ് കരുതുന്നത്? ഞാൻ അറിഞ്ഞ ജരാസന്ധൻ, അവൻ പരാജയം അറിഞ്ഞാൽ അവൻ അടങ്ങിയിരിക്കത്തില്ല. പുലി പതുങ്ങുന്നത് ആക്രമിക്കാൻ വേണ്ടിയാണ്. പുലി പതുങ്ങുന്നത്. അതുകൊണ്ട് അവൻ വരും, മധുരയെ ഭസ്മമാക്കാൻ വരും. പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സുകളിൽ ഒരു ഭീതി നിറഞ്ഞു. എല്ലാവരും കൃഷ്ണനെ നോക്കി. കൃഷ്ണ, നീ പറയുന്നത് സത്യമാണോ? അതെ, എനിക്കറിയാവുന്ന ജരാസന്ധൻ അടങ്ങിയിരിക്കില്ല. അവൻ പുലി പതുങ്ങുന്ന കണക്ക് പതുങ്ങുകയാണ്. അവൻ ഈ മധുരയെ ഭസ്മമാക്കാൻ വേണ്ടിയാണ് അവൻ ഇരിക്കുന്നത്. അധികം താമസിയാതെ മധുരയുടെ നേർക്ക് ആക്രമണം ഉണ്ടാകും. ഉഗ്രസേനൻ പറഞ്ഞു, മഹാദേവ, ജരാസന്ധന്റെ ആക്രമണത്തെ ഭയന്നാണല്ലോ കഴിയുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന സത്രാജിത്ത് പൊട്ടിത്തെറിച്ചു. സത്രാജിത്ത് പറഞ്ഞു, കൃഷ്ണ, നിങ്ങൾ ഒറ്റ ഒരാളാണ് ഇതിനെല്ലാം കാരണം. ഈ ജരാസന്ധൻ ഇപ്പോൾ വരും. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? മധുരയെ ഭസ്മമാക്കും. എന്നിട്ട് സത്രാജിത്ത് ഉഗ്രസേനോട് പറഞ്ഞു, നോക്കൂ, നിങ്ങൾ ഈ കുട്ടിത്തം മാറാത്ത കൃഷ്ണന്റെ കയ്യിൽ ഈ രാജ്യഭാരം ഏൽപ്പിച്ചപ്പോഴേ ഞങ്ങൾ പറഞ്ഞതാണ് ഇത് ആപത്താണെന്ന് പറഞ്ഞതാണ്. കൃഷ്ണൻ അപ്പോഴും ഒന്നും മിണ്ടിയില്ല. കൃഷ്ണൻ പുഞ്ചിരിച്ചു. അപ്പോൾ ബലരാമൻ പൊട്ടിത്തെറിച്ചു. ബലരാമൻ പറഞ്ഞു, ഭീരു, സത്രാജിത്തെ നിർത്തു. ഇനി കൃഷ്ണനെതിരെ നീ എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ തലമണ്ട ഞാൻ അടിച്ചു പൊട്ടിച്ചു കളയുമെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി യാദവ മുഖ്യന്മാരും ഇടപെട്ടു. 2 ചേരികളായി മാറി. സത്രാജിത്ത് പറഞ്ഞു, അധികം താമസിയാതെ ജരാസന്ധൻ വരും. കൃഷ്ണ, നിനക്കെന്ത് ചെയ്യാൻ കഴിയും? കൃഷ്ണൻ പറഞ്ഞു, തൽക്കാലം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ കാത്തിരിക്കുക. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയവുമുണ്ട്. നമുക്ക് തൽക്കാലം കുറച്ച് സമയം വേണം. അപ്പോൾ ചോദിച്ചു, എന്ത് സമയമാണുള്ളത്? ജരാസന്ധൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാമോ? നമുക്ക് ആ ബൃഹദ്ബലനോട് പറയാം. അവിടെ ചെന്ന് ജരാസന്ധന്റെ കാല് പിടിക്കാൻ. പണ്ടും അങ്ങനെ ആയിരുന്നല്ലോ ചെയ്തത്. കൃഷ്ണനൊന്നും മിണ്ടിയില്ല. വളരെ പെട്ടെന്ന് ജനത്തിന്റെ സ്വഭാവം മാറുന്നത് കൃഷ്ണൻ അറിയുകയായിരുന്നു. എത്ര പെട്ടെന്നാണ് ജനത്തിന്റെ സ്വഭാവം മാറുന്നത്! ഈ സമയത്ത് കൃഷ്ണൻ പതുക്കെ പുറത്തേക്കിറങ്ങി കഴിഞ്ഞപ്പോൾ സാത്യകി വന്നു. സാത്യകി വന്നിട്ട് പറഞ്ഞു, കൃഷ്ണ, ഇനി എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ ശാന്തരായിട്ടിരിക്കൂ സാത്യകി. എല്ലാത്തിനും ഒരു വഴിയുണ്ടാകും. ജനങ്ങളാകെ ഭയന്നു. സത്രാജിത്തും കൂട്ടരും പറഞ്ഞു വരുത്തി, ജരാസന്ധൻ നമ്മളെ ഉടൻ ആക്രമിക്കും, മധുരയെ ഭസ്മമാക്കും, ഇവിടുത്തെ സ്ത്രീകളെ അവൻ ബലാത്കാരം ചെയ്യും, നമ്മുടെ ജീവിതം ഇതാ അസ്തമിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോഴും ഒന്നും മിണ്ടാതെ കൃഷ്ണനുണ്ടായിരുന്നു. ആ സമയത്ത് അവിടേക്കൊരു രഥം പാഞ്ഞു വരികയായിരുന്നു.
ആ രഥത്തിൽ നിന്ന് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു. നല്ല പൂർണ്ണ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ രഥത്തിൽ നിന്ന് ഇറങ്ങിയ പാടെ അദ്ദേഹം വിളിച്ചു, വാസുദേവനമ്മാവാ, ദേവകി അമ്മായി, കൃഷ്ണ, നിങ്ങളൊക്കെ എവിടെ, നിങ്ങളൊക്കെ എവിടെ? ആ കൊട്ടാരത്തിൽ ഇന്നുവരെ ആരും ഇങ്ങനെ ഒച്ചയെടുത്ത് സംസാരിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ ഒച്ചയെടുത്ത് സംസാരിക്കുന്നത്. എല്ലാവരും ഇത് ആരെന്നറിയാൻ എത്തി നോക്കി. അസാമാന്യമായ ആരോഗ്യമുള്ള, ഒത്ത നീളവും ഒത്ത വണ്ണവുമുള്ള ഒരു യുവാവ് കൃഷ്ണനാണ് ആദ്യം ഇറങ്ങി വന്നത്. കൃഷ്ണൻ പറഞ്ഞു, ഭീമൻ ജ്യേഷ്ഠൻ, ഭീമൻ ജ്യേഷ്ഠൻ. അമ്മേ, അച്ഛൻ പെങ്ങള് കുന്തിദേവിയുടെ മകൻ, രണ്ടാമത്തെ മകൻ ഭീമൻ ജ്യേഷ്ഠൻ വന്നു. കൃഷ്ണൻ ഓടി വന്ന് ഭീമനെ നമസ്കരിക്കാൻ പോയപ്പോഴേക്കും ഭീമൻ കൃഷ്ണനെ ഒരു വലിയ ആശ്ലേഷത്തിൽ ഒതുക്കി. കൃഷ്ണൻ ഭീമനെ കെട്ടിപ്പിടിച്ചു. കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, കൃഷ്ണ, നിന്റെ പ്രശസ്തിയുടെ വാർത്തകൾ ഹസ്തിനപുരം വരെ എത്തിക്കഴിഞ്ഞല്ലോ അനുജ. ഹസ്തിനപുരത്തെല്ലാം നിന്റെ പ്രശസ്തിയാണ്. നീ ആള് കൊള്ളാമല്ലോ കൃഷ്ണ. പക്ഷേ നിന്റെ ആരോഗ്യം പോരല്ലോ കൃഷ്ണ. നീ ഇങ്ങനെ ഇരുന്നാ പോരാ. ദാ എന്നെ കണ്ടോ, നീ ഇതേ കണക്ക് വേണം വരേണ്ടത്. അപ്പോൾ വാസുദേവൻ അമ്മാവൻ വന്നു, എല്ലാവരും വന്നു. അവരെല്ലാം ഭീമസേനനെ അങ്ങോട്ടേക്ക് നയിച്ചു. അപ്പൊ അവര് ചോദിച്ചു, എന്താ ഭീമസേന ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം? അപ്പോൾ പറഞ്ഞു, വേറൊന്നുമല്ല, എനിക്ക് ബലരാമൻ ജ്യേഷ്ഠന്റെ അടുക്കൽ നിന്ന് കുറച്ച് ഗദായുദ്ധത്തിന്റെ അടവുകൾ പഠിക്കണം. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഒറ്റയ്ക്കായപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, ബലരാമൻ ജ്യേഷ്ഠ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? പിന്നെ ബലരാമൻ, ഭീമൻ ജ്യേഷ്ഠ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഹസ്തിനപുരം എന്തു പറയുന്നു? അപ്പോൾ പറഞ്ഞു, ഹസ്തിനപുരം, ഹസ്തിനപുരത്തെ സംബന്ധിച്ചിടത്തോളം ആകെ കലങ്ങി മറിയുകയാണ്. യുധിഷ്ഠിരനാണ് രാജാവ്. പക്ഷേ ശകുനിയും ദുര്യോധനനും ചേർന്ന് അവിടെ വൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ്. എല്ലാത്തിനും ആ സൂതപുത്രൻ കർണനും കൂടെയുണ്ട്. അവൻ അഹങ്കാരിയാണ്. അവന്റെ ബലത്തിലാണ് ഈ കിടന്ന് കാണിക്കുന്നത് മുഴുവനും. അപ്പോൾ കൃഷ്ണനൊന്ന് ഇരുത്തി മൂളി. എന്നിട്ട് പറഞ്ഞു, അവരേതു സമയവും ഞങ്ങളെ ആക്രമിക്കാം, ഞങ്ങളെ നശിപ്പിക്കാനിരിക്കുകയാണ്. എന്നിട്ട് ഭീമസേനൻ പതുക്കെ പറഞ്ഞു, കൃഷ്ണ, എനിക്ക് നിന്നോടൊരു സ്വകാര്യം പറയാനുണ്ട് കൃഷ്ണ. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, എന്താണ് ഭീമൻ ജ്യേഷ്ഠ? ഒരു സ്വകാര്യമുണ്ട്, നീ എൻ്റെ കൂടെ വരൂ കൃഷ്ണ. അങ്ങനെ കൃഷ്ണൻ ഭീമൻ ജ്യേഷ്ഠന്റെ കൂടെ പുറത്തേക്ക് പോയി. അവര് കൃഷ്ണൻ ഇരിക്കുന്ന മാഞ്ചോട്ടിന്റെ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, ഭീമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, വിതുരർ ഒരു സന്ദേശം എന്നോട് പറഞ്ഞയച്ചിട്ടുണ്ട്. അതീവ രഹസ്യമാണ് ആ സന്ദേശം. അത് കൃഷ്ണനോടല്ലാതെ മറ്റാരോടും പറയരുതെന്ന് വിതുരനമ്മാവൻ പ്രത്യേകം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണൻ പറഞ്ഞു, ഈ സമയത്ത് ഭീമൻ ജ്യേഷ്ഠൻ വന്നപ്പോൾ ഞാൻ കരുതിയതാണ് എന്തോ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ പ്രധാനപ്പെട്ട കാര്യമില്ലെങ്കിൽ ഭീമൻ ജ്യേഷ്ഠൻ വരില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ പറഞ്ഞു, കൃഷ്ണ, ഞാൻ ആ കാര്യം പറയാം. ഭീമൻ ജ്യേഷ്ഠൻ നാലുപാടും നോക്കിയിട്ട് പറഞ്ഞു, വിതുരനമ്മാവൻ പറഞ്ഞു, ഇത് പറയുമ്പോൾ ഒരാൾ പോലും അടുത്തുണ്ടാകാൻ പാടില്ല. പെട്ടെന്ന് ഒരു വെള്ളരിപ്രാവിന്റെ ചിറകടിയച്ച കേട്ടു. ഒരു വെള്ളരിപ്രാവ് പെട്ടെന്ന് പറന്നു വന്ന് കൃഷ്ണന്റെ അടുക്കലിരുന്നു. കൃഷ്ണൻ പറഞ്ഞു, ഇത് എനിക്കുള്ള സന്ദേശമാണ്. ഭീമൻ ജ്യേഷ്ഠൻ ചോദിച്ചു, ആരയച്ച സന്ദേശം? ഇത് വൃന്ദാവനത്തിലെ രാധ. ഇത് വൃന്ദാവനത്തിലെ രാധയാണ് ഇത് അയച്ചിരിക്കുന്നത്. കൃഷ്ണൻ ആ സന്ദേശമെടുത്തു. ആ സന്ദേശമെടുത്തിട്ട് കൃഷ്ണൻ തുറന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യം എനിക്ക് തെറ്റിപ്പോയി. പ്രാവല്ല വന്നത്, തത്ത. ഒരു തത്തയാണ് വന്നത്. ആ തത്തയെ കൃഷ്ണൻ വാത്സല്യപൂർവ്വം തലോടിയതിനു ശേഷം അതിലെ സന്ദേശം എടുത്ത് കൃഷ്ണൻ വായിച്ചു. അതിലെ സന്ദേശം വായിക്കുന്നതിനനുസരിച്ച് കൃഷ്ണന്റെ മുഖഭാവം മാറി വന്നു. ഭീമസേനൻ അത് നോക്കി. കൃഷ്ണൻ ഇടിവെട്ടേറ്റ കണക്ക് നിൽക്കുകയാണ്. കൃഷ്ണൻ സ്തംഭിച്ചു നിൽക്കുകയാണ്. എന്ത് പറയണമെന്ന് കൃഷ്ണൻ അറിയാൻ വയ്യ. ഭീമസേനൻ ജ്യേഷ്ഠൻ വന്നു നോക്കിയപ്പോൾ ഭീമസേനൻ ഞെട്ടിപ്പോയി. ഭീമസേനൻ പറഞ്ഞു, കൃഷ്ണ, ഇത് തന്നെയാണ് നിന്നോട് പറയാൻ
എന്നെ വിതുരനമ്മാവനെ ഏൽപ്പിച്ചത്. ഇത് തന്നെയാണ് എന്നോട് പറയാൻ നിന്നെ വിതുരനമ്മാവൻ എന്നെ ഏൽപ്പിച്ചത് കൃഷ്ണ എന്ന് പറഞ്ഞു. കൃഷ്ണൻ ഭീമസേനനെ ഒന്ന് നോക്കി. അതെ, അതിനകത്ത് എഴുതി വച്ചിരിക്കുകയാണ്, കൃഷ്ണ, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഒരു പറ്റം ആൾക്കാർ അവിടെ വന്നിരുന്നല്ലോ. നമ്മുടെ ഗോപന്മാര്, നിന്നോടത്ത് കാലികളെ മേയിച്ചു നടന്ന ഗോപന്മാര്, അവരെ ആയുധവിദ്യ നമ്മൾ പഠിപ്പിച്ചിരുന്നു. അവരെ കൊണ്ട് ചാരവൃത്തിയും എല്ലാം അന്ന് പഠിപ്പിച്ചിരുന്നു. സുശീലൻ നിങ്ങൾക്ക് വേണ്ടി വീരമൃത്യു വരിച്ചതാണ് കൃഷ്ണ. നിനക്ക് വേണ്ടി ഞാൻ ഓരോ സ്ഥലങ്ങളിലും ചാരന്മാരെ ഏർപ്പെടുത്തി. കൃഷ്ണ, നിന്റെ ജീവൻ അപകടത്തിലാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എന്നാലാവുന്നതെല്ലാം എനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കൃഷ്ണ, എനിക്ക് ചാരന്മാർ നൽകിയ ഒരു രഹസ്യ വിവരം ഞാൻ നിനക്ക് കൈമാറാൻ പോവുകയാണ്. സൗഭരാജാവായ സ്വാലൻ സിന്ധുവിനപ്പുറത്തുള്ള ഒരു രാജാവിനെ കാണാൻ പോയിരിക്കുന്നു. ആ രാജാവിൻ്റെ പേര് കാലയവനൻ എന്നാണ്. കാലയവനൻ എന്ന രാക്ഷസനാണ്. അവർ ഏതോ രാജ്യത്തെ ആക്രമിക്കുന്നതിന് വേണ്ടി വൻ സൈന്യത്തെ കൂട്ടുകയാണ് ചെയ്യുന്നത്. ആ രാജ്യം മറ്റൊന്നുമല്ല, മധുരയാണ്. മധുരയെ ആക്രമിക്കാനുള്ള പരിപാടിയാണ് കൃഷ്ണ. എൻ്റെ ചാരന്മാർ മറ്റൊരു കാര്യവും കൂടെ പറഞ്ഞു തന്നു. ജരാസന്ധൻ കിഴക്ക് നിന്നും കൃഷ്ണ മധുരയെ ആക്രമിക്കാൻ വരും. ജരാസന്ധന്റെ നിർദ്ദേശപ്രകാരം സ്വാലനും കാലയവനനും തെക്കു പടിഞ്ഞാറ് നിന്നും ആക്രമിക്കാൻ വരും. അങ്ങനെ നിങ്ങളെ എല്ലാ വശത്തു നിന്നും വളഞ്ഞു നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് കൃഷ്ണ. നമ്മുടെ ഗോപന്മാര്, നിന്നോടൊത്ത് കളിച്ചു വളർന്ന ഗോപന്മാര്, നിന്നോടൊത്ത് ഗോക്കളമേയ്ക്കാൻ വന്ന ഗോപന്മാര്, അവരിന്ന് യുദ്ധവീരന്മാരുമാണ് കൃഷ്ണ. മിടുക്കരായ ചാരന്മാരുമുണ്ട്. ഇനി അവരെ ഞാൻ നിന്റെ അടുക്കലേക്ക് വിടണോ കൃഷ്ണ? എനിക്ക് മറുപടി തരിക. ഭീമസേനൻ അന്തം വിട്ട് നിൽക്കുകയാണ്. ഭീമസേനൻ അന്തം വിട്ട് നിൽക്കുകയാണ്. ഭീമസേനൻ പറഞ്ഞു, കൃഷ്ണ, രാധാകൃഷ്ണ ബന്ധം നിന്റെ വെറും ഒരു കാമുകിയായി മാത്രമേ ഞാൻ ഇന്ന് വരെ രാധയെ കണ്ടിട്ടുള്ളൂ. പക്ഷേ രാധയെ ഞാൻ നമിക്കുന്നു കൃഷ്ണ, രാധയെ ഞാൻ നമിക്കുന്നു കൃഷ്ണ. ഇതെന്തൊരു സ്നേഹമാണ് കൃഷ്ണ, ഇതെന്തൊരു സ്നേഹമാണ് കൃഷ്ണ. കൃഷ്ണന്റെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരടർന്നു വീണു. അത് കണ്ട് ഭീമൻ ജ്യേഷ്ഠൻ അമ്പരന്നു. ഭീമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, കൃഷ്ണ, നീ കരയുന്നു, നീ എന്തിനാണ് കരയുന്നത്? കൃഷ്ണൻ പറഞ്ഞു, ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല ജ്യേഷ്ഠ, ഒന്നുമില്ല ജ്യേഷ്ഠ. കൃഷ്ണൻ ആ തത്തയെ തലോടിയിട്ട് തത്തയുടെ പാദങ്ങളിൽ തൻ്റെ സന്ദേശം കുറിച്ചു. രാധേ, രാധേ, നീ എൻ്റെ ജീവാത്മാവാണ്. നീ ഉള്ളിടത്തോളം കാലം രാധേ എനിക്കൊരാപത്തും സംഭവിക്കില്ല. നീ ധൈര്യമായിട്ടിരിക്കൂ. ഇപ്പോൾ എനിക്ക് അവിടുന്ന് ഒരു പടയാളികളെയും വേണ്ട. അവർ കുറേ നാൾ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാണ്. ഇനി സുശീലയെ നഷ്ടപ്പെട്ടത് കണക്ക് എനിക്ക് ഒരു വൃന്ദാവനത്തിലെ ഗോപനെയും നഷ്ടപ്പെടുത്താൻ വയ്യ രാധേ. സ്നേഹപൂർവം കൃഷ്ണൻ ആ സന്ദേശവുമായി തത്ത പറന്നകന്നു. ഭീമസേനൻ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. ഭീമസേനൻ പറഞ്ഞു, വിതുരനമ്മാവൻ ചോർത്തിയെടുത്ത ഇതേ രഹസ്യം രാധയുടെ ചാരന്മാര് ചോർത്തിയെങ്കിൽ കൃഷ്ണ, ബർസാന രാധയുടെ കീഴിൽ അസാധാരണമായ ശക്തിയിൽ വളരുകയാണ്, അസാധാരണമായ ശക്തിയിൽ വളരുകയാണ്. കൃഷ്ണൻ പറഞ്ഞു, വളരട്ടെ, രാധ അവിടുത്തെ രാജ്ഞിയാകട്ടെ. ബർസാനയ്ക്കൊരു പോറൽ പോലും ഏക്കാതിരിക്കാൻ ഈ കൃഷ്ണനുണ്ട് ഭീമൻ ജ്യേഷ്ഠ, ഈ കൃഷ്ണനുണ്ട് ഭീമൻ ജ്യേഷ്ഠ. ഞാൻ ജീവിച്ചിരിക്കുവോളം ഒരാപത്തും വരില്ല. അടുത്ത ദിവസം ശിശുപാലന്റെ മാതാവ്, അതേ ബ്രഹ്മഘോഷന്റെ ഭാര്യയായ ശ്രുതസ്രവാവ് അവിടെ വന്നു. ശ്രുതസ്രവാവ് വന്നിട്ട് കൃഷ്ണനെ വിളിച്ചിട്ട് പറഞ്ഞു, കൃഷ്ണ, നീ മിടുക്കനാണ് കൃഷ്ണ, നീ മിടുമിടുക്കനാണ് കൃഷ്ണ. ഇന്ന് ബ്രഹ്മഘോഷന് ജരാസന്ധനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കൃഷ്ണ. നീ ജരാസന്ധ ചക്രവർത്തിയെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ കൃഷ്ണ. പക്ഷേ കൃഷ്ണ, നീ സൂക്ഷിക്കണം. ഞാനൊരു വിവരമറിഞ്ഞു കൃഷ്ണ. അപ്പോൾ ചോദിച്ചു, എന്താണ്? ഞാൻ ശിശുപാലനോട് പറഞ്ഞു, നീ രുക്മിണിയെ മറന്നേക്കുക. അവിടെ ശിശുപാലൻ ആകെ കോപിഷ്ഠനാണ്. ശിശുപാലനും അവൻ്റെ പിതാവായ ബ്രഹ്മഘോഷനും തമ്മിൽ ഇപ്പോൾ മിണ്ടാറില്ല.
നിനക്കറിയാമല്ലോ, കുടുംബത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ബഹുമിടുക്കനാണ് ജരാസന്ധൻ. ഈ ജരാസന്ധൻ മുഖാന്തരം ശിശുപാലൻ ആകെ മാറിയിരിക്കുന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീ രുക്മിണിയെ മറക്കാൻ. അപ്പോൾ അവൻ പറഞ്ഞു, അടുത്ത മാഘമാസത്തിലെ പഞ്ചമിയിൽ കൃത്യമായിട്ടും എൻ്റെ വിവാഹം നടന്നിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, അത് നിനക്കെങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. എങ്ങനെ അറിയാമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ്, ജരാസന്ധ ചക്രവർത്തി പറഞ്ഞത്രേ. ജരാസന്ധ ചക്രവർത്തി പറഞ്ഞു, കൃഷ്ണൻ ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും മകനെ ശിശുപാല, അടുത്ത മാഘമാസത്തിലെ ശുക്ലപഞ്ചമിയിൽ നിന്റെയും രുക്മിണിയുടെയും വിവാഹം നടന്നിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ കൃഷ്ണൻ ജീവിച്ചിരുന്നാലും ഇല്ലേലും എന്ന് പറഞ്ഞതിൽ കൃഷ്ണ ഒരു ദുസൂചനയുണ്ട്, ഒരു വല്ലാത്ത ദുസൂചനയുണ്ട് കൃഷ്ണ എന്ന് പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, അതെ അതെ, ഞാനത് മനസ്സിലാക്കുന്നു. ആ ദുസൂചന എന്തെന്ന് എനിക്കിപ്പോൾ അറിയാം. ഇപ്പോൾ എനിക്കറിയാം ആ ദുസൂചന എന്തെന്ന്. അപ്പോൾ അവര് ചോദിച്ചു, എന്താണ്? സാരമില്ല സാരമില്ല. അപ്പോൾ കൊട്ടാരം മൊത്തം അടുത്ത ദിവസം ഒരു വാർത്ത വരുന്നു. അതെ, മധുരയെ ആക്രമിക്കാൻ ജരാസന്ധൻ വരുന്നു. മധുരയെ ആക്രമിക്കാൻ ഇതാ ജരാസന്ധൻ വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു വശത്തുനിന്ന് കാലയവനനും പുറപ്പെട്ടു കഴിഞ്ഞു. കാലയവനൻ എന്ന പേര് കേട്ടപ്പോൾ തന്നെ അവിടുത്തെ ജനങ്ങൾ കിലുകില വിറയ്ക്കാൻ തുടങ്ങി. കാരണം കാലയവനൻ രാക്ഷസനാണ്. എന്തിനും മടിയില്ലാത്തവനാണ് കാലയവനൻ. കാലയവനന്റെ കൂട്ടത്തിൽ ഒരു പറ്റം രാക്ഷസന്മാരിതാ വരുന്നു. അതെ, അപ്പുറത്തെ വശത്ത് നിന്ന് ആരും വരുന്നു? ജരാസന്ധനും വരുന്നു. ഇവിടെ ആദ്യം എത്തുന്നത് കാലയവനായിരിക്കും. അവൻ മധുരയെ ആക്രമിച്ചു തുടങ്ങുമ്പോൾ മറുവശത്ത് നിന്ന് ജരാസന്ധനും വരും. ആളുകളാകെ പരിഭ്രാന്തരായി, സകലരും പരിഭ്രാന്തരായി. യോഗം കൂടി. യോഗത്തിൽ വെച്ച് സത്രാജിത്ത് പൊട്ടിത്തെറിച്ചു. സത്രാജിത്ത് പറഞ്ഞു, ഇനി എന്തു ചെയ്യും? കൃഷ്ണൻ പറഞ്ഞു, പൊരുതി മരിക്കണം. അങ്ങനെ പൊരുതി മരിച്ചിട്ട് നമ്മുടെ സ്ത്രീകളെ മുഴുവനും അവർക്ക് ബലാത്സംഗം ചെയ്യാൻ ഇട്ടുകൊടുക്കണോ? കൃഷ്ണ, നിനക്ക് കുട്ടിത്തം മാറിയിട്ടില്ല. നീ ഒറ്റ ഒരാളാണ് ഇവിടെ നശിപ്പിച്ചത്. ഇതോടുകൂടി മധുരയിലെ ജനം മുഴുവനും കൃഷ്ണനെതിരെ തിരിയാൻ തുടങ്ങി. ഓരോരുത്തരും പറഞ്ഞു, കൃഷ്ണൻ നമ്മളെ കൊലയ്ക്ക് കൊടുക്കുകയാണ്. നമ്മുടെ വീട്ടിലെ സ്ത്രീകളെ ജരാസന്ധനും കാലയവനും എന്ന രാക്ഷസനും ഇനി അവര് ബലാത്സംഗം ചെയ്യും, അവര് പിച്ചു ചീന്തും. അതിനു മുമ്പ് നമ്മൾ ആത്മാഹൂതി ചെയ്യുന്നതാണ് നല്ലത്. അതെ, ജനം ഇങ്ങനെയാണ്. ഒരു നിമിഷം മുമ്പ് കൃഷ്ണനെ വാഴ്ത്തിയ ജനം ഇതാ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ കൃഷ്ണനെതിരായി മാറുകയാണ്. അടുത്ത ദിവസം കൃഷ്ണൻ പ്രഭാത സ്നാനത്തിന് പോകാൻ എഴുന്നേറ്റു. ദേവകി പറഞ്ഞു, വേണ്ട കൃഷ്ണ, മധുരയിലെ ജനങ്ങളുടെ സ്വഭാവം മാറിയിരിക്കുന്നു. കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഇല്ല, ഇന്ന് ഭീമസേനൻ ജ്യേഷ്ഠൻ തിരിച്ചു പോവുകയാണ് അമ്മേ. അതുകൊണ്ട് ഇന്ന് എനിക്ക് ജ്യേഷ്ഠനുമൊത്ത് അവിടെ നീന്തി കുളിക്കണം. അങ്ങനെ ഭീമസേനനും ഉദ്ധവനും കൃഷ്ണനും കൂടി പ്രഭാത സ്നാനത്തിന് പോയി. അവർ മുങ്ങിക്കുളിച്ചു. യമുനയിൽ മുങ്ങിക്കുളിച്ച് തിരിച്ചു വന്നപ്പോൾ അവിടുത്തെ ജനങ്ങളെല്ലാം വന്ന് കൃഷ്ണനെ വളഞ്ഞു. ഓരോരുത്തരായിട്ട് വന്ന് പറഞ്ഞു, കൃഷ്ണ, നീ ജരാസന്ധനെ വെറുതെ പ്രകോപിപ്പിച്ചു. ജരാസന്ധൻ വരുന്നു, കാലയവനൻ വരുന്നു. കൃഷ്ണ, ഞങ്ങളുടെ പെണ്ണുങ്ങളെ അവര് പിച്ചു ചീന്തും. നിനക്ക് ദുർഗയുടെ ശാപം കിട്ടും കൃഷ്ണ. കൃഷ്ണൻ ശാന്തനായി പുഞ്ചിരിച്ചു. കൃഷ്ണൻ മനസ്സിലാക്കി, ജീവിതത്തിൽ ആദ്യമായിട്ട് തൻ്റെ പുഞ്ചിരി അവരെ സ്വാധീനിക്കുന്നില്ല എന്ന സത്യം കൃഷ്ണൻ അറിയുകയാണ്. ഓരോരുത്തരായി വന്ന് കൃഷ്ണനോട് ചൂടാവുകയാണ്. ഓരോരുത്തരും പറയുകയാണ്, കൃഷ്ണ, നീ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പൊ അവിടെ നിന്ന് ഒരാൾ പരിഹാസ രൂപത്തിൽ പറഞ്ഞു, അവനിപ്പോ എന്താ പഴയതുപോലെ ഒളിച്ചോടും. മുമ്പ് അവൻ ഏതോ ഗോമന്ത രാജ്യത്തേക്ക് ഒളിച്ചോടിയില്ലേ, എന്നിട്ട് ഇവൻ ഒളിച്ചോടും. അവന്റെ ജീവൻ അവൻ രക്ഷിച്ചുകൊള്ളും. നമ്മളെ പിച്ചു ചീന്തും. ജനങ്ങൾ ക്രൂദ്ധരായി. ഭീമസേനനും ഉദ്ധവനും അവരുടെ ഇടയ്ക്ക് നിന്ന് കൃഷ്ണനെ രക്ഷിക്കാൻ മുന്നോട്ട് വന്നു. കൃഷ്ണൻ ഒരു കൈ കൊണ്ട് അവരെ തടുത്തിട്ട് ജനങ്ങളോട് പറഞ്ഞു, ദാ പരിശുദ്ധമായ യമുനാജലം സാക്ഷിയാക്കിക്കൊണ്ട് ഞാൻ പറയുന്നു, ഈ കൃഷ്ണൻ പിടഞ്ഞു വീഴാതെ, ഈ കൃഷ്ണനെ വധിക്കാതെ,
ഇവിടുത്തെ ഒരു യാദവനും ഒരു പോറല് പോലും ഏൽക്കില്ല. ഈ പറയുന്നത് കൃഷ്ണനാണ്, ഈ പറയുന്നത് കൃഷ്ണനാണ്. കൃഷ്ണൻ ജീവിച്ചിരിക്കുമ്പോൾ മധുരയിലെ യാദവർക്കൊന്നും വരില്ല എന്ന് പറഞ്ഞ് കൃഷ്ണൻ മുമ്പോട്ട് നടന്നു. ജനങ്ങൾ മാറിക്കൊടുത്തു. അപ്പൊ ആരോ വിളിച്ചു പറഞ്ഞു, ഈ ഇടയ ചെറുക്കൻ അവന് മനോഹരമായി സംസാരിക്കാൻ അറിയാം, പക്ഷേ കാര്യം വരുമ്പോൾ അവൻ ഓടിക്കളയുമെന്ന് പറഞ്ഞു. അന്നത്തെ ദിവസം ഭീമസേനൻ ജ്യേഷ്ഠൻ പോവുകയാണ്. ഭീമസേനൻ ജ്യേഷ്ഠൻ കൃഷ്ണനോട് പറഞ്ഞു, അനുജ, ഞാൻ ഇവിടെ വന്നപ്പോൾ വിചാരിച്ചത് ഹസ്തിനപുരത്തേക്കാൾ സുഖമാണ് ഇവിടെ എന്ന്. പക്ഷേ ഇവിടുത്തെ കാര്യം ഇതിനേക്കാൾ കഷ്ടമാണല്ലോ അനുജ. എനിക്ക് നിന്നോടത്ത് നിന്ന് നിന്റെ ശത്രുക്കളുടെ ശിരസ് പിളർക്കണമെന്നുണ്ട്. പക്ഷേ അവിടെ അതിനേക്കാൾ കുഴപ്പത്തിലാണ്. അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. കൃഷ്ണൻ പറഞ്ഞു, പൊയ്ക്കൊള്ളൂ ഭീമസേനൻ ജ്യേഷ്ഠ. ഭീമസേനൻ ജ്യേഷ്ഠൻ പൊയ്ക്കൊള്ളൂ. ഭീമസേനൻ വന്ന് രഥത്തിൽ കയറി. ആ രഥം കണ്ണിൽ നിന്ന് മറയുന്നത് വരെ കൃഷ്ണൻ നോക്കി നിന്നു. കൃഷ്ണന്റെ മനസ്സ് കലങ്ങി മറിയുകയായിരുന്നു. തന്നിലുള്ള വിശ്വാസം ഓരോരുത്തർക്കും നഷ്ടപ്പെടുന്നുവോ? ഗർഗാചാര്യൻ വരെ വന്നിട്ട് ചോദിച്ചു, ഇനി എന്ത് ചെയ്യണം കൃഷ്ണ? അക്രൂരനമ്മാവൻ വന്നു. അക്രൂരനമ്മാവൻ വന്നിട്ട് പറഞ്ഞു, കൃഷ്ണ, ജരാസന്ധനും കാലയവനും തിരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഹസ്തിനപുരത്തിൻ്റെയും ചേതി രാജ്യത്തിൻ്റെയും സഹായം തേടിയാലോ? ഇതുവരെയും തന്നിൽ ഉറച്ചു വിശ്വാസം അർപ്പിച്ചിരുന്ന അക്രൂരനമ്മാവന് പോലും തന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു എന്ന് കൃഷ്ണന് തോന്നി. കൃഷ്ണൻ പറഞ്ഞു, ഹസ്തിനപുരം അതിനേക്കാൾ പ്രശ്നത്തിൽ കിടക്കുകയാണ്. പാണ്ഡുവിന്റെ പുത്രരും കൗരവരുടെ പുത്രരും തമ്മിലുള്ള അടിയാണ്. അതുകൊണ്ട് അവർക്ക് സഹായിക്കാൻ പറ്റില്ല. ഹസ്തിനപുരവുമായിട്ട് ഒരു ഏറ്റുമുട്ടൽ നടത്തിയതുകൊണ്ട് പാഞ്ചാലത്തിലെ ദ്രുപദൻ ദുർബലനായി. ദ്രുപദനും നമ്മളെ സഹായിക്കാൻ പറ്റില്ല. പിന്നെ ചേതി രാജ്യത്തിന് ഇതിൽ പങ്കില്ല. ആര്യാവർത്തത്തിലെ ഒരു രാജാക്കന്മാരെയും കൂട്ടാതെ നേരിട്ട് കാലയവനുമായി ബന്ധപ്പെട്ട് സ്വാലനെയും ചേർത്തുകൊണ്ടാണ് ജരാസന്ധൻ വരുന്നത്. അപ്പോൾ പറഞ്ഞു, കൃഷ്ണ, നിനക്കൊരു പോറലേക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കൃഷ്ണൻ പുഞ്ചിരിച്ചു. കൃഷ്ണൻ പറഞ്ഞു, എൻ്റെ കാര്യമല്ല. അപ്പോൾ അവർ പറഞ്ഞു, ബലരാമൻ പറഞ്ഞു, കൃഷ്ണ, നീയാണ് അവരുടെ ഉന്നം. ഞാനുണ്ട് നിന്റെ കൂടെ, നിനക്കൊന്നും സംഭവിക്കില്ല. കൃഷ്ണൻ പറഞ്ഞു, ധർമ്മമുള്ളിടത്തൊന്നും സംഭവിക്കില്ല ജ്യേഷ്ഠ. അന്ന് രാത്രി കൃഷ്ണനും ഉദ്ധവനും ഒന്നിച്ചായി. അപ്പൊ കൃഷ്ണൻ ഉദ്ധവനോട് ചോദിച്ചു, ഉദ്ധവ, നിനക്കും എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ? ഉദ്ധവൻ പറഞ്ഞു, ഒരിക്കലുമില്ല പ്രഭോ, എനിക്ക് അങ്ങയിലെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഉദ്ധവ, ഞാൻ ഇവിടുന്ന് യാത്ര പുറപ്പെടുകയാണ്. ഉദ്ധവൻ ചോദിച്ചു, എങ്ങോട്ട്? ഒന്നും ചോദിക്കരുത്, എങ്ങോട്ടെന്ന് മാത്രം ചോദിക്കരുത്. കൃഷ്ണൻ തൻ്റെ ദേഹത്ത് കിടന്ന ആഭരണങ്ങളെല്ലാം ഊരിക്കൊടുത്തു. തൻ്റെ ആയുധങ്ങളും മുഴുവൻ കൊടുത്തതിന് ശേഷം ഒരു നിമിഷം ഒരു യോഗിയുടെ ഭാവത്തിൽ കൃഷ്ണൻ നിന്നു. കൃഷ്ണൻ നിന്നിട്ട് കൃഷ്ണൻ പറഞ്ഞു, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ. ആ സമയത്ത് കൃഷ്ണൻ ആ ഓടക്കുഴൽ നാദം കേട്ടു. തൻ്റെ ഓടക്കുഴൽ രാധ വായിക്കുന്ന ശബ്ദം ഈ പ്രപഞ്ചത്തിൽ വേറെ ആരും കേൾക്കില്ല. അത് കൃഷ്ണന്റെ കാതുകളിൽ വന്നു വീണു. കൃഷ്ണൻ മനസ്സുകൊണ്ട് പറഞ്ഞു, രാധേ, ഞാൻ പോവുകയാണ്. മധുരയിലെ ജനങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. രാധേ, ഞാനിതാ പുറപ്പെടുകയാണ് രാധേ എന്ന് കൃഷ്ണൻ പറഞ്ഞു. കൃഷ്ണൻ ഉദ്ധവനോട് പറഞ്ഞു, ഉദ്ധവ, നാളെ രാവിലെ നീ എനിക്ക് വേണ്ടി എൻ്റെ മാതാവിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കണം. ബലരാമൻ ജ്യേഷ്ഠനോട് പറയണം, ഞാൻ എവിടെ ആയിരുന്നാലും ജ്യേഷ്ഠൻ എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് പറയണം. അതോടൊപ്പം തന്നെ നീ എൻ്റെ പിതാശ്രീയോട് പറയണം, പിതാശ്രീയെ ഞാൻ ആദരപൂർവ്വം വണങ്ങുന്നു എന്ന് പറയണം. അക്രൂരനമ്മാവനോടും എല്ലാം പറയണം, എന്നെ അന്വേഷിക്കരുതെന്ന് പറയണം. ഉദ്ധവൻ വിങ്ങിപ്പൊട്ടി. ഉദ്ധവൻ പറഞ്ഞു, എങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ എവിടെ പോകുന്നെന്ന്? കൃഷ്ണൻ പറഞ്ഞു, ഇല്ല, ഞാൻ പോവുകയാണ്. അതേ, ആ രാത്രി
ആ രാത്രി കണ്ണു കാണാൻ പറ്റാത്തത്ര ഇരുട്ടുള്ള രാത്രി കൃഷ്ണൻ മധുര വിടുകയാണ്. കൃഷ്ണൻ മധുര വിടുകയാണ്. കൃഷ്ണൻ എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത്? കൃഷ്ണൻ എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത്? ആയുധങ്ങൾ പോലും എടുക്കാതെ സർവ്വ ആഭരണങ്ങളും ഊരിക്കൊടുത്ത് രാധയെ സ്മരിച്ച് ഓം രാധായേ സ്വാഹ എന്ന് ചൊല്ലി രാധാറാണിയുടെ ഓടക്കുഴൽ നാദവും കേട്ടുകൊണ്ട് കൃഷ്ണൻ നടന്നകലുകയാണ്. എങ്ങോട്ടേക്ക്? മധുരയിലെ ജനങ്ങളെ വിട്ട് കൃഷ്ണൻ എങ്ങോട്ടേക്ക് പോകുന്നു? മധുരയിലെ ജനങ്ങളെ വിട്ട് കൃഷ്ണൻ എങ്ങോട്ടേക്ക് പോകുന്നു? കാത്തിരിക്കുക. അതീവ സംഭവ ബഹുലമായ കാര്യങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. കൃഷ്ണൻ എങ്ങോട്ടേക്ക് പോയി? ഞാൻ വരും അടുത്ത ചൊവ്വാഴ്ച ഞാൻ വരും. രാധാജി അനുഗ്രഹിച്ചാൽ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ.